ഹായ് എവ്രി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് നാട്ടിൽ നിന്ന് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് മെയ് ലാസ്റ്റാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. അത് കഴിഞ്ഞത് കുറച്ച് ദിവസം 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് ചേട്ടൻ്റെ വൈഫും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ മോൾക്ക് ഇവിടെ ഒരു നാഷണൽ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന അന്ന് തന്നെ നമ്മൾ ഈവനിങ് ഒന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ 4 പേരും കൂടിയാണ് പുറത്തിറങ്ങിയത്. കുഞ്ഞും ഞാനും കൂടി ഉണ്ടായിരുന്നു. വിവേകാനന്ദ ഹൗസ് കാണാനാണ് പോയത്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ നൈറ്റ് പോണത് ആദ്യമായിട്ടാണ്. നൈറ്റ് വ്യൂ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വിവേകാനന്ദ ഹൗസ് കാണാനായിട്ട്. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് പോയത്, ഓൺലൈൻ ടാക്സി, റെഡ് ടാക്സിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ നല്ല കംഫർട്ടായിട്ട് പോയിട്ട് വരാമല്ലോ. പിന്നെ നമുക്ക് വഴി അറിയുന്നതിൻ്റെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു, പുറത്തൊക്കെ നിന്ന് ഒന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് കേട്ടോ ടാക്സി വിളിച്ചത് തന്നെ. കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി അങ്ങനെ പോന്നു. നെക്സ്റ്റ് ഡേ നമ്മളൊരു ചിക്കൻ റെസിപ്പി സ്പെഷ്യലായിട്ട് ആദ്യമായിട്ട് വെച്ച് നോക്കിയതാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സവോള വറുത്തിട്ടാണ് കേട്ടോ ഈ ചിക്കൻ കറി വെച്ചത്. റെസിപ്പി കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടി സവോള നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ വറുത്തെടുക്കുമല്ലോ, അതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തത്. നെയ്യൊന്നും ചേർക്കേണ്ട, വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ വറുത്തെടുക്കണം. അങ്ങനെ ആ സവോളയാണ് പിന്നെ നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ചിക്കൻ, അതിലേക്ക് നമ്മുടെ മസാലാസൊക്കെ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഇത്രയൊക്കെ ചേർക്കണം. നമ്മൾ സാധാരണ ചേർക്കുന്നത് പോലെ തന്നെ ചിക്കൻ നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാറുണ്ടല്ലോ, ആ സമയത്ത് ചേർക്കുന്ന പോലെ തന്നെ ഈ ഐറ്റംസൊക്കെ ചേർക്കുക. മുളക് പൊടി ഞാൻ കുറച്ചിട്ടിട്ട് പിന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കും കേട്ടോ, അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട്. മല്ലിപ്പൊടിയും ചേർക്കണം. അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള സവോള ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇട്ടത് പെരിഞ്ജീരകം പൗഡറാണ് കേട്ടോ, പെരിഞ്ജീരകം പൗഡറും ചേർത്ത് കൊടുക്കണം. ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട്, വറുത്ത് വെച്ച സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി വേറെ നമുക്ക് പണികളൊന്നും തന്നെ ഇല്ല. ഏത് പാത്രത്തിലാണ്, പാനിലോ ചീനച്ചട്ടിയിലോ എന്തിലാണോ നമ്മൾ ചിക്കൻ വെക്കുന്നത് അതിലേക്ക് ഡയറക്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിട്ടതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ, അതായത് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചീനച്ചട്ടിയിലേക്ക്. അതിലേക്ക് കുറച്ച് മസാലാസ് ഇട്ട് കൊടുക്കണം. ഗരം മസാലാസ്, അത് ബേ ലീഫ്, തക്കോലം, ഏലക്ക, പട്ട, കുറച്ച് പട്ട, കരയാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഗ്രേവി ടൈപ്പാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവിയാണോ വേണ്ടത് എന്നുള്ളതിനനുസരിച്ചാണ് പിന്നെ ഇത് വറ്റിച്ചെടുക്കേണ്ടത്. എത്ര നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ തന്നെ സിമ്മിലിട്ടതിന് ശേഷം വരട്ടി എടുക്കാവുന്നതാണ്. അതല്ല കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയായിട്ടാണ് വേണ്ടത് എങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് പാകമായിട്ട് വറ്റി വരുമ്പോൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് ചോറിലേക്കെന്ന് മാത്രമല്ല ചപ്പാത്തിയിലേക്കോ അപ്പത്തിലേക്കോ ഒക്കെ എടുക്കാവുന്ന ഒരു കറിയും കൂടിയാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്, നല്ല ഈസി ആയിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നുമില്ല, നല്ല കറിയാണ്. അപ്പോൾ വേറൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് വരാം കേട്ടോ.